ശ്രേഷ്ഠ ഭാരതം ഞാൻ വരുന്ന മണ്ണിൽ ഇന്നാദ്യം ചിന്താമൃതം. വർക്കല MGM മോഡൽ സ്കൂളിൽ നിന്നും ഇന്നത്തെ ചിന്താമൃതത്തിൽ പങ്കെടുക്കുന്നത് അനന്തകൃഷ്ണനാണ്. രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള പുഷ്പക വിമാനം ഭാരതീയ പ്രാചീന സാങ്കേതിക വിദ്യയുടെ ദൃഷ്ടാന്തമോ അതോ കവിഭാവനയോ എന്ന വിഷയത്തെക്കുറിച്ചാണ് അനന്തകൃഷ്ണൻ ഇന്ന് തന്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ആരംഭിക്കാം ചിന്താമൃതം. ഗുരുപരമ്പരയ്ക്ക് പ്രണാമം. ഭാരത സംസ്കാരത്തിൻ്റെ ഉത്തമമായ തെളിവുകളാണ് രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും. ഒരു ജനസാമാന്യത്തിൻ്റെ ആയിരത്താണ്ടുകളുടെ സഞ്ചിത സംസ്കാരങ്ങളാണിവ. വിമാനങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നതിന് മുൻപ് തന്നെ ഭരദ്വാജ മുനി വൈമാനിക ശാസ്ത്രം എന്നൊരു ഗ്രന്ഥം രചിച്ചിരുന്നു. ഈ ഗ്രന്ഥത്തിൽ ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്ന വിമാനങ്ങൾ മാന്ത്രിക വിമാനങ്ങളാണെന്നും പുഷ്പക വിമാനത്തെ അതിലൊന്നായും പരാമർശമുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട് രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയത് പുഷ്പക വിമാനത്തിലാണെന്ന്. പുഷ്പക വിമാനത്തെ പറ്റിയുള്ള കഥ ചുരുക്കി പറയേണ്ടതുണ്ടല്ലോ. വിശ്വകർമാവ് സൂര്യൻ്റെ തേജസ് കുറയ്ക്കാനായി സൂര്യനെ ചാണക്കല്ലിൽ വെച്ചുരച്ചപ്പോൾ തേജസ് 8 മാത്രമേ കുറഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഉത്സർജിച്ച രേണുക്കളിൽ നിന്നുണ്ടാക്കിയ 4 വസ്തുക്കളിലൊന്നാണ് പുഷ്പക വിമാനം. വിശ്വകർമാവ് അത് ബ്രഹ്മാവിന് നൽകുകയും ബ്രഹ്മാവ് അത് കുബേരന് നൽകുകയും കുബേരനിൽ നിന്ന് രാവണൻ തട്ടിയെടുക്കുകയും ചെയ്തു. രാവണ നിഗ്രഹത്തിന് ശേഷം വിഭീഷണൻ അത് ശ്രീരാമന് നൽകി. ശ്രീരാമൻ കുബേരനത് തിരികെ നൽകി എന്നാണ് പുരാണ കഥ. ഇതിഹാസം എന്നാൽ പൂർവചരിത്രം എന്നുകൂടി അർത്ഥമുണ്ട്. ഇവിടെ നടന്ന കഥ എന്നു മാത്രമല്ല, നടക്കാനിരിക്കുന്നത് എന്നുകൂടി അർത്ഥമെടുക്കണം. കൽപ്പിത കഥകളോട് അഥവാ നേരല്ലാത്തതിനോട് ജീവിതം ചേർക്കുമ്പോഴാണല്ലോ കാലദേശാതീതമായ വിശ്വസാഹിത്യം ഉണ്ടാവുന്നത്. സനാതനങ്ങളായ മൂല്യങ്ങളെ വർണ്ണനകളുടെ ആലങ്കാരികതകളോടെ ആനുഭൂതികമായിട്ട് ആവിഷ്കരിക്കുകയാണ് വ്യാസനും വാൽമീകിയും ചെയ്തത്. ക്രാന്തദർശിയായ കവിക്ക് വിമാനമെന്ന ആകാശയാനത്തെ പ്രതിപാദിക്കാൻ അന്ന് വിമാനമുണ്ടാവണമെന്നില്ല. ന ഋഷിഹി കവിഹി എന്നാണ് ഭാരതീയ സങ്കല്പം. ഋഷി എന്നാൽ സത്യം കണ്ടെത്തിയവനെന്നർത്ഥം. അപ്പോൾ കവി എന്നാൽ സത്യദർശിയായ ജ്ഞാനി എന്നർത്ഥം. അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്ന ഭാരതീയ ആലങ്കാരികന്റെ നിർവചനമനുസരിച്ച് അതിരില്ലാത്ത ഭാവനാലോകത്തിലെ എതിരില്ലാത്ത ചക്രവർത്തിയാണ് കവി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പുഷ്പക വിമാനമെന്നത് തീർച്ചയായും പ്രാചീന ഇതിഹാസകാരൻ്റെ ഭാവന തന്നെയാണ് എന്ന് വേണം ഊഹിക്കാൻ. ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖല ആർജിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ പ്രാചീനമായ കൃതികളിൽ വളരെ പ്രതീകാത്മകമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് അന്ന് സാങ്കേതിക വിദ്യ വേണമെന്നില്ല, ചിന്താശക്തിയും സർഗവൈഭവവും മതിയാവും. നാം രക്ഷകനാകേണ്ട ശാസ്ത്രത്തെ ശിക്ഷകനുമാക്കുന്നു. രാവണൻ പുഷ്പക വിമാനം ഉപയോഗിച്ച് സീതാദേവിയെ അപഹരിച്ചതുപോലെ സ്വാർത്ഥതയും ലാഭവുമാണ് ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സുഖങ്ങളിൽ രമിക്കുമ്പോഴും സ്വയം കണ്ടെത്തി ആത്മബോധവും ആത്മാനുഭൂതിയുമുള്ളവരായി ജീവിക്കുക. നമസ്കാരം.